ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞാൻ എൻ്റെ പിള്ളേർ ഹാപ്പി ആട്ടോ, ഒത്തിരി ഹാപ്പിയാണെന്ന് ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് നല്ല രീതിക്ക് ആഘോഷിച്ചു. അതുപോലെ നമുക്ക് നമ്മുടെ പുതിയൊരു അതിഥി വന്നു അന്നേ ദിവസം തന്നെ. ആര്? നമ്മുടെ പേര് ഞാൻ മറന്നുപോയി, മണിക്കുട്ടി. കാരണം കുറെ മക്കളായതുകൊണ്ട് ഇപ്പൊ ചെറിയ കൺഫ്യൂഷൻ ആയി തുടങ്ങിട്ടോ. പിന്നെ ഇന്നലെ രാത്രി വേറൊരു കുഞ്ഞുകൂടി വന്നു. അത് ഞാൻ നല്ല ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, കുറെ പേര് കണ്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഒരു ആംസ്റ്റഫ് ആണ്, ഒരു അമേരിക്കൻ സ്റ്റെഫോർഷെയർ ബ്രീഡാണ് അത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള ഒരു ബ്രീഡാണത്. ആ ബ്രീഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇന്നലെ കണ്ടത്. അപ്പോൾ എനിക്ക് ശരിക്കും പറയുന്നെങ്കിൽ കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള സമയങ്ങളില്ല. വേഗം കാര്യങ്ങളിലേക്ക് കിടക്കാം. കാരണം നമ്മൾ ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് എടുത്തുള്ള ടൈം ഏകദേശം ആവാറായി. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞിന്റെ ഇതിലേക്ക് തന്നെ കിടക്കാം. ഇതാണ് കേട്ടോ കുഞ്ഞ്. ഇപ്പൊ ഈ ഒരു കേജ് കൊണ്ടുവന്ന കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു കേജിലേക്ക് ആക്കാൻ പറ്റി. കാരണം ഈ ഒരു കേജ് ഇതാക്കി ഞാൻ ഓൾറെഡി നമ്മളുടെ വീട്ടിലെ നമ്മുടെ ഡോബറോനെ എത്തിക്കാനായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞ് ഈ പണി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കേജ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുവരാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ടോട്ടലി പ്ലാൻ ആകെ മാറി. കാരണം ഈ കുഞ്ഞിന്റെ അവസ്ഥ ഞാൻ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഇന്നലെ ഞാൻ ആളെന്നെ വിളിച്ചപ്പോൾ, ഇതിന്റെ ഓണർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ അയച്ചു തരൂ, എനിക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ആർക്കെങ്കിലും അഡോപ്ഷനോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അയച്ചു ആദ്യം അയച്ചെന്ന വീഡിയോയിൽ ആ കുഞ്ഞിന് വാലുണ്ടായിരുന്നു. ഈ വട്ടം അയച്ചപ്പോൾ വാലില്ല. നിങ്ങൾ നോക്കി നോക്കി കണ്ടോ, വാലറ്റുപോയിരിക്കുകയാണ്. അത്രയും എന്താ വെച്ചാൽ ആള് വളരെ എന്താ പറയാ, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെയാണ് ആള് പറയുന്നത് എന്നോട്. വാല് പോയി, ഭയങ്കര എന്തോ ഒരു സന്തോഷകരമായിട്ടൊരു സംഭവം നടന്നു എന്നുള്ളൊരു രീതിക്കാ. വാല് പോയിട്ട് 3-4 ദിവസമായി. ഞങ്ങൾക്ക് മരുന്നൊന്നും ഞങ്ങൾ പരത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, ഇതുപോലും നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റാത്ത നിങ്ങളാണോ ഇതിനെ മേടിച്ചേക്കണേ? ഇതിനെങ്ങനെ പോയാലും, ഈ ഒരു ബ്രീഡിന് എങ്ങനെ പോയാലും ഒരു 10-35,000 രൂപ വില വരും. ഒരു 10-35,000 രൂപ വില ഉള്ള ഒരു ഡോഗിന്റെ അവസ്ഥയാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം മുകളില് കഴുത്തിന്റെ അവിടെ 2 വലിയ ഹോളാണ്, അതിനുള്ളിൽ ഇപ്പോഴും പുഴുക്കൾ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ ബാക്കിലെ വാലിന്റെ അവസ്ഥ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഒരു എത്തുമ്പോഴും നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിന്റെ വാലിലെ ആ ഒരു എല്ല് വന്ന് നിൽക്കണത്. കാരണം അതിനെ വേദന സഹിക്കാൻ പറ്റാണ്ടാണ് നിൽക്കണത്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ ബ്രീഡ് എന്നല്ല, ഏതൊരു ഡോഗിനും നോക്കണില്ല ഉള്ളൊരു വലിയൊരു സിമ്പലാണ് നെയില്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങോട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടാ, നെയില് എന്താ പറയാ, ഫുള്ള് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും കുഞ്ഞെന്തായാലും ഇവിടെ സേഫാണ്. ഞങ്ങൾക്ക് എന്തായാലും സമയമായി. പിന്നെ ഇന്നലെ അവര് വന്നപ്പോ നമുക്ക് ഈ ഒരു സംഭവം തന്നു, ഈ വാക്സിനേഷൻ കാർഡും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ നിങ്ങൾ കൊണ്ടുനടക്കണേ? ഇതിന്റെ ആവശ്യമില്ല ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഇത് ഇവരെ നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ. ഞാനത് ഇന്നലെ അവരെ മുന്നിൽ വെച്ച് കീറി കളയാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഈ വാക്സിനേഷൻ കാർഡും കാര്യങ്ങളും ഇതിലൊന്നും ഒരു കാര്യമില്ല. വാക്സിൻ ആകെ രണ്ടേ രണ്ട് ഡോസ് എടുത്തുള്ളൂ, ബാക്കി ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇതിലൊന്നും ഇല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ സാധനം കൊണ്ടു നടക്കണേ? ഇത് കൊണ്ടു നടക്കുന്നതേ പെറ്റ് പാരൻസിനാണ്, അല്ലാണ്ട് പെറ്റ് ലവേഴ്സ് അല്ല. നല്ലൊരു ഡോഗിനെ അല്ലെങ്കിൽ ഒരു ഡോഗിനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ല ഈ സാധനം കൊണ്ടു നടക്കണേ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അതെന്തായാലും കത്തിക്കാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം ആ ഡോഗിന്റെ ഹിസ്റ്ററി നമുക്ക് ഇനി അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹിസ്റ്ററി ഉള്ള ഒരു ഇതിലല്ല ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഞങ്ങൾ പോവാണ്. കൊണ്ടുവന്നപ്പോ നല്ല ലീഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ കണ്ട, മുള്ളുള്ള ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാ വന്നേക്കണേ. എന്താ കാര്യം, അതിന്റെ ജീവിതം മുള്ളുമ്മയായിരുന്നു എത്ര നാൾ. അത് കിടന്നിരുന്ന കൂട് കണ്ടാൽ തന്നെയല്ലേ നിങ്ങൾക്ക് സങ്കടം വരും. കാരണം അത്രയും പരിതാപകരമായിട്ടുള്ളൊരു ഇതായിരുന്നേ. ഞങ്ങൾ എന്തായാലും വെറ്റിനറി പോവാണ്. പോയി കഴിഞ്ഞിട്ട് ബാക്കി വന്നിട്ട് ഞാൻ വിശദമായിട്ട് ഞാൻ പറയാം എന്തായിരുന്നു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ മക്കളെയും കൂടി കാണിക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. അപ്പോ പോവാ, നമുക്ക് പോവാ, ഡോക്ടറെ അടുത്തേക്ക് പോവാ. കണ്ടോ, എല്ലാം ആകെ ഒട്ടിയാകെ ഒരു എന്താ പറയാ, പരിവ എന്ന് വേണമെങ്കിൽ പറയാം. അതെ, വാലിന്റെ അവിടെ വാല് കണ്ടോ, വാലിൽ നീര് വെച്ചേക്കാണ്. ഇത് ശരിക്കും ഒരു ഫീമെയിൽ ഡോഗാണ്. ഇനി ബ്രീഡിങ്ങിന് എടുത്തതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തിനെടുത്താലും എങ്ങനെ എടുത്താലും നോക്കാൻ പ്രാപ്തിയുള്ളവനല്ല എന്തായാലും എടുത്തേക്കണേ.
എന്തായാലും ഞാൻ പറയേണ്ടതെല്ലാം ആളോട് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ വായിന്ന് നല്ല രീതിക്ക് ഞാൻ കേട്ടു. കാരണം ഇത് കണ്ട് ഇതായിട്ട് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിന്ന് വരില്ല. അപ്പൊ നല്ല രീതിക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്താ കാര്യം പറഞ്ഞിട്ട് അത് അനുഭവിക്കാനുള്ളത് ആ പാവം അനുഭവിച്ചു കഴിഞ്ഞു, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തൊട്ട് എന്തായാലും അനുഭവിക്കൽ കാര്യമില്ല. നമ്മൾ ഇന്നോട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാ കണ്ടോ, ഈ ടോയ്ലറ്റ് മൈനസ് അത്യാവശ്യമുള്ള ഒരു കുഞ്ഞ്. കാരണം കൂട്ടിൽ ഇത്ര നേരമായിട്ട് മോഷൻ ഇട്ടിട്ടില്ല. അവള് കണ്ടോ, ഇത്രയും നല്ല ആൻസറിനുള്ള കുഞ്ഞിനെയാണ് ഈ അവസ്ഥ കൊണ്ട് വായിക്കുന്നത്. പിന്നെ എല്ലാവരും ഇപ്പോൾ ഒരു ഇത് പറയും, നമ്മൾ ബ്രീഡുകളെ മാത്രമാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യണേ, ബ്രീഡുകളെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതും ഒരു ജീവിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ, ഞാൻ പറഞ്ഞു, നമ്മുടെ മണിക്കുട്ടി, അതൊരു ഇന്ത്യൻ ഡോഗാണ്. ജിമ്മിച്ചൻ, ഗോപു, പിന്നെ ഈഷ, പിന്നെ ആരുള്ള, പിന്നെ കറുമ്പി, തുമ്പി, ഇവരൊക്കെ നാടൻ ഇന്ത്യൻ ഡോഗ്സുകളാണ്. ഞാൻ ബ്രീഡുകളെ മാത്രം ഫോക്കസ് ചെയ്യണു എന്നുള്ളൊരു എന്താ പറയുക, കരിക്കമ്പി കേട്ടിരുന്നു. അപ്പോൾ അത് അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇന്ത്യൻ ഡോഗ്സിനേക്കാളും പെരുവഴിയിൽ എടുക്കുന്നത് ഇവരാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ ഇപ്പൊ ലാബ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഡോഗായി. ലാബർഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ ഇന്ത്യൻ ഡോഗിന്റെ ഗണത്തിൽ പെട്ടു. കാരണം വഴിയില് തെരുവില് ഇന്ത്യൻ ഡോഗ്സിനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ലാബാ. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാർക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം മനുഷ്യന്മാർക്കേ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ക്രൂരതകൾ ചെയ്യാൻ പറ്റുള്ളൂ. ദിവസം കൂടുന്തോറും തെളിയിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല, അതേ കണ്ടോ, അവിടെ പോയി മോഷണം ഇട്ടുകൊണ്ടിരിക്കുക കണ്ടോ. അത്രയും നേരം ആ കുഞ്ഞ് അതിൻ്റെ ഉള്ളിലായിരുന്നു. അത്രയും എന്താ പറയാ, അത്രയും മാനേഴ്സ് ഉള്ള ഒരു കുഞ്ഞാ. എന്തായാലും ഒരു കാര്യം ഞങ്ങള് വേറെ മെയിൻ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഈ ഒരു കേജിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു കേജും കൂടെ നമ്മൾ അടിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ തറ കെട്ടിയതാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ നമ്മുടെ മുന്നത്തെ ആൾക്കാരുടെ വിറകും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് അവര് വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു തറയും കൂടെ നമ്മൾ കെട്ടിയിട്ട്, തറ കെട്ടല്ല, തറ ഓൾറെഡി ഉണ്ട്. അതുപോലെ നമ്മൾ കേജ് നല്ലൊരു എന്താ പറയാ, അത്യാവശ്യം നല്ലൊരു കേജ് തന്നെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവൾക്ക് വേണ്ടിയിട്ട്. കാരണം ഇവളെ കൊണ്ട് കളഞ്ഞിട്ടുള്ള ആ ചേട്ടൻ കാണണം എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വായിൽ വന്നത് വേറെ ആയിരുന്നു. പക്ഷെ വീഡിയോ ആയ കാരണം നമ്മളുടെ വീഡിയോസ് കാണാൻ അത്യാവശ്യം നല്ല ഫാമിലിയും കാര്യങ്ങളൊക്കെയാ, ആൾക്കാരൊക്കെയാ. വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. കാരണം എനിക്ക് ഈ ഒരു കുഞ്ഞിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും വായിൽ തെറി പറഞ്ഞു പോകും. അത്രയും പരിതാപകരമാണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതെന്തു ഭാഗ്യം കൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുള്ളൂ. ഇങ്ങോട്ട് വായോ, ബായോ, ഇങ്ങോട്ട് വാ. അവളെ അങ്ങോട്ട് പിറകിലേക്ക് പോയി. അപ്പോൾ ഞങ്ങള് സമയമില്ല, ഞങ്ങൾ പോയിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ ഞാൻ വന്നിട്ട് പറയാം കേട്ടോ, ഈ കേജിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ആക്കിയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, യെസ്. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയി വന്നു കേട്ടോ. കുഞ്ഞിനെ കാണിക്കേണ്ട മുന്നേ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. നമ്മൾ പോയത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് ഞാൻ സാധാരണ ഒരു കാറിൽ സീറ്റിലൊരു സംഭവം വിരിക്കാറുണ്ട്. ഇതിൽ വന്നേക്കണ സംഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് പോയി കഴിഞ്ഞ് വന്നിട്ടും ഇതായിട്ടുള്ള പുഴുക്കളാണ്. കണ്ടോ, ഇത്രയും വണ്ണാണ് പുഴുക്കൾ. ഇത് 1-2 അവിടെ നിന്ന് ഞങ്ങൾ എടുത്തത് ശരിക്കും 10-40 പുഴുക്കളാണ് ഇത്രയും ഒരു ചെറിയൊരു കപ്പിൽ ഞങ്ങൾ എടുത്തത്. അതും വാലിൻ്റെ ആ സൈഡിൽ നിന്നും മാത്രം ഞങ്ങൾ എടുത്തത്. ആ കുഞ്ഞിന് അപ്പം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. എന്താ ചെയ്യുക അല്ലേ. എന്തായാലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ മെഡിസിൻ ഓൾറെഡി ചെയ്തു ഇതാക്കി. ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റിൽ വെച്ചേക്കാണ്. കാരണം ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും അതിന് വേദനയാവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്, രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യാനാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി അവിടെ നമ്മൾ മെഡിസിൻ വെച്ച് ഇതാക്കിയിട്ടുണ്ട്. എന്നാലും ബ്ലഡ് ഒറ്റയായിട്ട് വീഴുന്നുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ പുഴുക്കൾ കുറച്ച് ഇതായി കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ പിടിക്കും. ആൻറ്റിബയോട്ടിക്സ് ബോഡിയിൽ മൊത്തം കയറി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, പുഴുക്കളൊക്കെ ഡെഡായി കഴിഞ്ഞിട്ടാണ് ആ ഒരു ബ്ലീഡിങ് നിൽക്കുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വേണം നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഇപ്പോഴേ തന്നെ വേദന ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വേറൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി. കാരണം ഇത് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് മാറിയപ്പോൾ മൂപ്പര് ആ ഒരു ബെഞ്ചിൽ നിന്ന് എടുത്ത് ചാടി. കാരണം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ്. അപ്പോൾ ആ ചാടിയ ആഘാതത്തിൽ കൈ ജസ്റ്റ് ഒന്ന് ഉളുക്കി. അപ്പോൾ ആ കൈയും കൂടെ വേദനയായി അവൾക്ക്.
എന്നുവെച്ചാൽ നല്ല കുറുമ്പി പെണ്ണാണ്, എവിടെ നിന്ന് വേണമെങ്കിൽ എടുത്ത് ചാടും ഞങ്ങൾ. അല്ലടി കുറുമ്പിയ ഭയങ്കര സ്നേഹാട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ബ്ലഡ് കണ്ടോ, ബ്ലഡ് ഇപ്പോഴും ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം. ആൻറ്റിബയോട്ടിക്സ് എടുത്തു. അതുപോലെ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു, ലൈക്ക് ഈ സംഭവങ്ങൾ കണ്ടോ. യൂക്കാലി മേടിച്ചു. യൂക്കാലി അറിയാലോ, നമ്മൾ മുറിവിൽ കാര്യങ്ങളും പെട്ടെന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ ആക്കുന്ന സംഭവമാണ്. ഇത് നമ്മുടെ ഗോഡ് ബാക്ക് പൗഡർ. ഇത് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ റെസ്ക്യൂ ചെയ്യാനായിട്ട് താല്പര്യമുള്ള എന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ ഈ വൂണ്ടൊക്കെ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാവില്ലേ, അവർക്കൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്ന ഒരു പൗഡറാണ് ഗോഡ് ബാക്കിൻ്റെ. ഈ എന്താ പറയുക, പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഡെഡായിട്ട് പൊന്തി വന്നോളും. ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ അവൾക്ക് ഇട്ട് കൊടുത്തായിരുന്നു. കുറേയൊക്കെ ഇതുകൾ പൊന്തി വന്നു. അത് കഴിഞ്ഞിട്ടുള്ളത് സംഭവമാണ് നമ്മുടെ DMAGൻ്റെ സ്പ്രേ. ഈ DMAGൻ്റെ സ്പ്രേ അത്യാവശ്യം നല്ല റിസൾട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു റെഡ് കളർ കണ്ടോ, ഇത് ശരിക്കും ഒരു സ്പ്രേയിങ്ങിൻ്റെ ആ പൈപ്പ് ഇല്ലേ, ആ പൈപ്പ് ഇച്ചിരി ഉള്ളിലോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് നല്ല രീതിക്ക് ഒന്ന് അടിച്ച് ഇതാക്കി കഴിഞ്ഞാൽ, കാരണം ഏത് പോയിന്റിലേക്കും അടിക്കാൻ പറ്റും. അതിനാണ് ഈ ഒരു സംഭവം. അപ്പോൾ എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് DMAGൻ്റെ സ്പ്രേ ആണ്. അപ്പോൾ ഈ സംഭവം കറക്റ്റ് അതിലാക്കിയിട്ട് എവിടേക്കാണോ അടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഉള്ളിലോട്ടാണെങ്കിലും അത് വെച്ച് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിത്തിൻ 2 hours കുറേയൊക്കെ ഓൾമോസ്റ്റ് പുഴുക്കളൊക്കെ പുറത്തേക്ക് ചാടും. പിന്നെ ഈച്ചകൾ വരില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു DMAG സ്പ്രേൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഈച്ച വരില്ല. ഈച്ച വരുമ്പോഴാണ് ശരിക്കും പ്രശ്നം ഗുരുതരമാവുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മേടിച്ചത് ഇത്രയും ഒരു ബണ്ടിൽ കോട്ടനാണ്. കോട്ടൺ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ലാസ്റ്റ് ഇത്രയും വലിയൊരു കോട്ടൺ മേടിച്ചത് ഐറ എന്ന് പറഞ്ഞൊരു ഡോഗ് നമ്മുടെ ചാലക്കുടിയിലാണ്. അവൾ ഇപ്പോൾ ചാലക്കുടിയിലെ ഹാപ്പി ആയിട്ടൊരു ഫാമിലി അവൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ദിവ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫാമിലിയിലാണ്. അവൾക്കാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇത്രയും പോകുന്നൊരു ബണ്ടിൽ മേടിച്ചത്. കാരണം ചെവിയിൽ അത്രയും പുഴുക്കളൊക്കെ ആയിട്ടാണ് നമുക്ക് അവൾ കിട്ടിയത്. അത് ശരിക്കും ഒരു 4 ദിവസം പിടിച്ചു പുഴുക്കളെല്ലാം ദേഹത്തുനിന്ന് പോകാനായിട്ട്. അപ്പോൾ ഇത് മേടിച്ചു. അതുപോലെ ഒരു പെട്ടി ഗ്ലൗസും മേടിച്ചു. കാരണം ഗ്ലൗസ് നമുക്കറിയാലോ, നമുക്കിവിടെ ബാക്കിയുള്ള മക്കളുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ പുഴുക്കൾ എടുക്കാനായിട്ടുള്ളൊരു സംഭവം. ഇതിന് ശരിക്കും ഒരു പേരുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു അനിയത്തിക്കുട്ടി ഡെൻ്റൽ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡെൻ്റൽ ഇതിൽ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ സംഭവം എനിക്ക് വളരെ ഉപയോഗപ്രദമാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ പേര് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെയാണ് ഇത് ഞാൻ പോയി മേടിക്കണത്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്ന ഇതിൽ ഇപ്പോൾ ആ ടൂള് എൻ്റെ കയ്യിൽ നിന്ന് നാശമായി പോയി. ഈ ഒരു ഏരിയയിലൊക്കെ തുരുമ്പ് കയറിയിട്ട് ശരിക്ക് സൂക്ഷിക്കാണ്ട്. അപ്പോൾ ഇനി എന്താ പറയുക, ഇതിനി നമുക്ക് എന്താ പറയുക, അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. ഈ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാനായിട്ട്. ഇത് എന്താ പറയുക, സർജിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കിട്ടില്ല, അവിടെ നിന്നാണ് ഈ സാധനം മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ മേടിച്ചാണ്. പിന്നെ ആൻറ്റിബയോട്ടിക്സ്, നമ്മുടെ ഭക്ഷണത്തിന് ശേഷമുള്ള ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടതാണ്. തീരെ വയ്യ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. ആകെ ഒരു ഇതിലാണ്. ഇപ്പോൾ കഴുത്തിൻ്റെ അവിടുത്തെ ഹോളല്ല ശരിക്കും പറഞ്ഞ പ്രശ്നം. ഇവിടെ വന്നേ, കഴുത്തിൻ്റെ അവിടുത്തെ ഹോളിൽ വലിയ പ്രശ്നങ്ങളില്ല കണ്ടോ. ആകെ വിഷയമുള്ളത് കുഞ്ഞിൻ്റെ വാലിനാണ്. കാരണം ഒരു വാല് അറ്റുപോയിട്ട് അതിന് മെഡിസിൻ വെക്കാൻ പറ്റാത്ത നാറിയാണ് ഇവളുടെ ഓണർ. അത്ര തന്നെ ഉള്ളൂ. നാറി എന്നല്ല ശരിക്കും പറഞ്ഞാൽ പറയണ്ട, അതിന് കൂടിയ ഇത് എന്തെങ്കിലും പറയണം. കാരണം ഞാനത് പറയാത്തത് പറഞ്ഞല്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുമെന്ന് വിചാരിച്ച കാരണമായിട്ടാണ് ഞാനതൊന്നും പറയാത്തത്. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും കർമ്മം എന്നൊരു സംഭവമുണ്ട്. ഈ കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ആ ഫാമിലിയിൽ കിട്ടിയിരിക്കും, അത് കിട്ടും. അതാണ് കർമ്മം. കാരണം ഇതൊരു മിണ്ടാപ്രാണിയാണ് കണ്ടോ. ഇത് ഒരു ഉപദ്രവം ഇല്ലാതെ ഇതിരിക്കുന്നൊരു സംഭവം. അവർക്ക് ചെവി കോപ്പ് ചെയ്യാനും ബാക്കിയുള്ള മിനുക്ക് പണികൾക്കൊക്കെ അവർക്ക് നേരം ഉണ്ടായിരുന്നു. ആ വാലറ്റ് പോയിട്ട് പോലും ആ മെഡിസിൻസ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആവട്ടെ അല്ലേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ കുഞ്ഞിനൊരു പേരിട്ടിട്ടില്ല. അപ്പോൾ പേരിടാനായിട്ട് ഉദ്ദേശമുണ്ട്. മോളെ, എന്തായാലും നിന്നെ ഇത്ര നാൾ വിളിച്ച പേരെന്തായാലും എനിക്കറിയില്ല. ഞാൻ ആ പേരെന്തായാലും വിളിക്കണമില്ല. നല്ലൊരു പേര് ഞങ്ങൾ വേറെ എന്തായാലും കരുതുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, കർമ്മൻസ് വേൾഡിൻ്റെ ഫാമിലി എല്ലാവരും നമ്മളെ ഈ ഒരു കുഞ്ഞിന് നല്ലൊരു പേര് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ നല്ലൊരു പേര് എന്തായാലും സെലക്ട് ചെയ്തിട്ട് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ പേര് റിവീൽ ചെയ്യും. 2 ദിവസം. കാരണം നല്ല ഇപ്പം നമ്മുടെ വീഡിയോസ് ചിലപ്പോൾ നാളെ മറ്റന്നാളാവും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇടുന്നതിൻ്റെ 2 ദിവസമൊക്കെയും കാണുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇതിൽ
വീഡിയോ കണ്ടുവരുമ്പോൾ 2 ദിവസം പിടിക്കുമല്ലോ. അപ്പോൾ നല്ലൊരു പേര് നമ്മുടെ ഈ ഒരു കുട്ടിക്ക്, നമ്മുടെ ഈ ഒരു ചുന്തിരിമണിക്ക് നല്ലൊരു പേര് നിങ്ങളെല്ലാവരും നോക്കണം. ഞാൻ ആദ്യം സാറ, അതുപോലെ സേറ, അതൊക്കെ നോക്കിയേ. പക്ഷേ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള പേരുകൾ നിങ്ങൾ പറയുമെന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ബാക്കിയുള്ള മക്കളിലേക്ക് കിടക്കാം. ബാക്കിയുള്ള മക്കൾ, കാരണം നാളെ നമ്മുടെ ഗോപൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നാളെ 28-ാം തീയതിയാണ്. നാളെ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ സൂപ്പർ സ്റ്റാറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേജിൻ്റെ ഉള്ളിലാവുകയും ചെയ്തു. ഇതൊക്കെ കണ്ടോ, എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. അപ്പൂസ്, പാപ്പൂസ്, ടെഡി, നമ്മുടെ ഗോപു, ബർത്ത്ഡേ ബോയ് കേജിൻ്റെ ഉള്ളിലാണ്. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പോൾ പോരാത്തിന് അവിടെ ഇൻഫെക്റ്റഡ് ആയിട്ടോ നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിഷയമാവും. അത് കാരണം കൊണ്ട് ആരും ഇപ്പോൾ പെട്ടെന്ന് പുറത്തിറക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ കുഞ്ഞാപ്പോയി ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തൊട്ടിട്ട് എനിക്ക് ഇവരെ തൊടാൻ പെട്ടെന്ന് പറ്റില്ല, കാരണം അത്രയും ഇൻഫെക്റ്റഡ് ആണല്ലോ കുഞ്ഞ്. പിന്നെ നമ്മുടെ മണിക്കുട്ടി കിടക്കണ നോക്കിയാൽ നമ്മുടെ തുമ്പിപ്പെണ്ണിൻ്റെ മേലെ കണ്ടാ. പിന്നെ നമ്മുടെ ഇഷക്കുട്ടി, പിന്നെ നമ്മുടെ കറുമ്പി, ലോക കുറുമ്പി. ഇവിടെയുള്ള പിള്ളേരെ എല്ലാവർക്കും അടവുകളും എല്ലാ കുറുമ്പുകളും പറഞ്ഞു കൊടുക്കണം കുറുമ്പി. പിന്നെ നമ്മുടെ ഇവിടെ കിങ്ങിണി കുട്ടി ഓൾമോസ്റ്റ് റെഡിയായി വന്നു തുടങ്ങി കേട്ടോ. ഹെയറൊക്കെ വന്നു, സെറ്റായി. പിന്നെ നമ്മുടെ ലൂയിക്ക് അവിടെ കേജ് ഇല്ല കേട്ടോ. ലൂയി കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ലോക്കായി കിടക്കുക കണ്ടോ. അത് വേറെ ഒന്നല്ല, എൻ്റെ ഒരു ഫ്രണ്ടിനെ ആ കേജ് കൊടുത്തു വിട്ടേക്കാം. അവൻ്റെ മാരേജ് ആയ കാരണം കൊണ്ട് അവൻ്റെ ഒരു ഡോഗിനെ, വൈഫിൻ്റെ ഒരു ഡോഗിനെ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു കേജ് കൊടുത്തു വിട്ടേക്കാം. അപ്പോൾ ആ ഗ്യാപ്പിൽ കറക്റ്റ് ആവാൻ വന്നു പോയി കിടക്കുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ലൂവി ഭയങ്കര ഡീസൻ്റ് ആയി തുടങ്ങി കേട്ടോ, ഭയങ്കര ഡീസൻ്റ് ആയി തുടങ്ങി. പിന്നെ ഞാൻ കാലത്ത് ലാസ്റ്റ് ഇതിൽ പറഞ്ഞിരുന്നു ഈ ഒരു സംഭവം നമ്മൾ കേജ് ആക്കും എന്നുള്ളത്. ഇതെന്തായാലും ഞാൻ കേജ് ആക്കും. ഇത് നമ്മുടെ ആ പുതിയ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കേജാണ്. ഇവള് വേണം ഇവിടെ. എനിക്ക് ആ കൊണ്ട് ഇത്ര അനുഭവിച്ചിട്ടുള്ള ആ നാറേനൊന്ന് എനിക്ക് കാണിക്കണം. ഇവിടുത്തെ രാജകുമാരിയായി ജീവിക്കണത് എനിക്ക് കാണിക്കണം. അപ്പോൾ ഇവളെ ഞാൻ സെപ്പറേറ്റ് ഇവിടെ ഒരു കേജ്, ഇവിടെ ഓൾറെഡി ഇങ്ങനെ ഒരു തറ കെട്ടിയിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പെൻസ് വരില്ല. നമുക്ക് ബാക്കി ഇത്രയും ഒരു ഹൈറ്റിലാണ് നമ്മൾ കേജ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റീലും കാര്യങ്ങളെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 10-12 ആ ഒരു റേഞ്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതും കൂടെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേജും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേജും കൂടെ നിങ്ങളുടെ എന്താ പറയുക, നമ്മൾ ആ ഒരു കേജ് ആക്കുന്നതിനൊപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിയുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം, കഴിയുന്നവർ സഹായിക്കണം. കാരണം ഇതും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കുഞ്ഞിനെ ഇവിടേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ചുറ്റിലും നമുക്ക് ഫ്രണ്ടിൽ എന്താ പറയുക, നമുക്ക് ഈ ഭാഗത്തേക്ക് നമ്മൾ കേജുകളില്ല. അപ്പോൾ ഈ ഒരു കേജ് ആക്കാനായിട്ടുള്ള പ്ലാൻ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കർബൻസ് വേൾഡിൻ്റെ ഒരു കാവൽക്കാരി എന്ന് വേണം ആക്കാനായിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നമ്മൾ ഉഷാറാക്കും, അത് എൻ്റെ വാശിയാണ്. വിത്തിൻ 2 months നമ്മൾ ആമിപ്പെണ്ണ് ഉഷാറായ പോലെ തന്നെ നമ്മുടെ പുതിയ കുഞ്ഞിനെ നമ്മൾ ഉഷാറാക്കിയെടുക്കും. കാരണം അതിനുള്ള ഇതുണ്ട് അതിനുള്ള നല്ല ഉഷാറ് പെണ്ണാണ് അവൾ. നമ്മളെ സിമ്പിളായിട്ട് ചാടിയൊക്കെ കടക്കും. നല്ല വരുന്ന ആൾക്കാരൊക്കെ കുറച്ചങ്ങോട്ട് ഓടിക്കാനുള്ള പരിപാടിയാണ്. അല്ലടി അല്ലേ, നമ്മൾ ഉഷാറാവില്ലേ നമ്മൾ? വരുന്ന ആൾക്കാരോടൊന്നും ഇങ്ങനെ കൊഞ്ചായിരിക്കോട്ടാ കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ. ആദ്യം നമ്മൾ ടെയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടേ, ആദ്യം ഈ ഇൻഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ട് ബോഡിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും കുഞ്ഞെന്തായാലും ഉഷാറാവട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓർമ്മയിലുണ്ടാവണം നമ്മുടെ കാര്യങ്ങൾ, പ്രാർത്ഥനയിലുണ്ടാവണം എൻ്റെയും മക്കളുടെയും. അപ്പോൾ നാളെ നമ്മുടെ അതിഥിയുടെ വിശിഷ്ടമായിട്ടുള്ളൊരു ദിവസമാണ്. അത് എല്ലാവരും ഓർമ്മയിലുണ്ടാവണം കേട്ടോ. നാളത്തെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നാളെ കഴിയുന്നവർക്ക് എല്ലാവർക്കും വരാം. രാവിലെ 9 മണി തൊട്ട് ഞങ്ങൾ 6 മണി വരെ, 6 മണിയല്ല, ഒരു 5 മണി വരെ ഞങ്ങൾ അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിൽ വരാം, 5 മണിക്കുള്ളിൽ. കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി 7:30 ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളാവും. അത് കാരണം കൊണ്ടാണ് കേട്ടോ 5 മണി വരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അതിനുള്ളിൽ വരാം, ഗോപുവിനെ കാണാം. കാരണം നാളെ നമ്മുടെ ഗോപുവിൻ്റെ ദിവസമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് നമ്മുടെ അയറക്കുട്ടീനെ ഓർമ്മ വരാം. കാരണം അയറക്കുട്ടീനെയാണ് ലാസ്റ്റ് ഇത്രയും ഒരു സിറ്റുവേഷനിൽ ഞാൻ ആക്കുന്നത്. കാരണം ഇത്രയും വലിയ കോട്ടനും ഗ്ലൗസൊക്കെ. എന്താവട്ടെ, എന്തായാലും നാളെ ഞങ്ങളുടെ ഗോപുട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളായിട്ട് വരാം. ഇന്നിപ്പോൾ നമ്മുടെ പുതിയ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാവരും ഓർമ്മയിലുണ്ടാവണം, പ്രാർത്ഥനയിലുണ്ടാവണം.
പിന്നെ ആ ഒരു കേജിൻ്റെ കാര്യം എല്ലാവരും ഓർമ്മയിലുണ്ടാവണം. നമ്മൾ ആ ഒരു കേജും കൂടെ ആക്കിയെടുത്താൽ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓൾറെഡി നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള റെസ്ക്യൂ ആയിരുന്നു. കാരണം ഇത് നമ്മൾ കേജ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു 2 ആഴ്ചയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷേ അന്നേ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നാം. കാരണം അത്ര അതായില്ലെങ്കിൽ ആ വാല് ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. അന്ന് സ്കിൻ ഇഷ്യൂ മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്ക് ആമീനേക്കാളും കുറച്ചും കൂടെ ഇതായിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ആകെ എന്താ പറയുക, ഇത് ആയുസ് കുറച്ചും കൂടെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ദൈവം ആയുസ് കൊടുത്തതായിരിക്കാം. വാട്ടെവർ, നമ്മളെന്തായാലും ഈ ഒരു വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഭയങ്കര സങ്കടം വരണം. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഉഷാറായിട്ട് വരും. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. പിന്നെ പേരിൻ്റെ കാര്യം മറക്കരുത്. നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക, കമൻറ്റിൽ ഇടാം കേട്ടോ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, അപ്പോൾ ബൈ.